ഹലോ സർ, രഹിമ മാം ഇന്നില്ല. മാമിനെ കാണുന്നില്ലല്ലോ. റഹീമ മമ്മ ഉണ്ടല്ലോ ഇവിടെ. ആണോ? റെഡിയാവുന്ന മേക്കപ്പ് ചെയ്യുന്നു. ആ, ഹായ്. സുഖാണോ? ഓക്കെ ഓക്കെ. അതെ, എല്ലാവരും ഫ്രെയിമിൽ കണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൊരു ബർത്ത്ഡേ ഗേൾ ഉണ്ടല്ലോ ഗ്രൂപ്പില്. ആരെയാ? വീഡിയോ ഓൺ ആക്കുന്നില്ലല്ലോ. മിനിയുടെ വീഡിയോ ഓഫാണ്. ഓ മിനിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. 1 minute. ഇപ്പൊ വരാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ മിനിയ. വിഷ് ചെയ്താലോ ഒന്നിച്ച്? അത് ഒരുമിച്ച് വിഷയം നമുക്ക് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. വെയിറ്റ് 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു. Happy birthday to dear Mini. Happy birthday to you. God bless you. God bless Thank you all. Thank you so much. Thank you, dear Mikuti. Love you. കിട്ടിയല്ലോ അവിടെ അല്ലേ? ഷബി സാർ, ആ സൈഡിലോട്ടേ വരണ്ട. അത് only for മിനിക്കാണ്. ആ സൈഡിലേക്ക് കൈ പിടിക്കണ്ട. only for മിനി. ഓൺലി ഫോർ മീഡി അല്ലേ? അത് എനിക്ക് മാത്രം ഉള്ളതാണ്. അതെ. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് മിനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്? നമ്മുടെ ഗ്രൂപ്പിൽ കയറിയില്ലേ? ഇന്ന് ഫുൾ വിഷസ് ആണ് ഗ്രൂപ്പില്. ഗ്രൂപ്പിൽ വന്നില്ല. ഞാൻ ഇന്ന് ഗ്രൂപ്പില് മിനി മാത്രമേ ഉള്ളൂ. മിനിക്കുട്ടി ഇന്ന് എന്താണ് സെലിബ്രേഷൻ? സെലിബ്രേഷൻ എന്താണ്? കേക്കില്ല. കേക്കില്ലേ? സെലിബ്രേഷൻ വൈകിട്ടേ ഉള്ളൂ, രാവിലെ ഒന്നുമില്ല. ഞങ്ങൾ തരട്ടോ? നോമ്പൊക്കെ തുറന്നിട്ട് അല്ലേ? അതെ. ഫ്യൂച്ചറിൽ ഇനി ടെക്നോളജി വരും. ഇപ്പൊ നമുക്ക് എന്തെല്ലാം അയക്കാം അല്ലേ? പിക്ചർ അയക്കാം, വോയിസ് അയക്കാം, ഇനി കേക്ക് അയക്കാവുന്നൊരു കാലം വരും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കേക്ക് അയച്ചു തരാം, ചോക്ലേറ്റ്സ് കഴിച്ചു തരാം. സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? അതെ മാം, ഞങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തു മാം. ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് മിനിയുടെ ബർത്ത്ഡേ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് മിനിക്ക്. ആൻഡ് ബർത്ത്ഡേകളിൽ ഞാൻ ലേറ്റായി പോയത്, ഞാൻ ബർത്ത്ഡേ വിഷയം ലേറ്റായി പോയത് കൊണ്ട് എനിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്ത് ഞാൻ ബർത്ത്ഡേകളുടെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാം. ഞാൻ ആക്ച്വലി രേഷ്മ മാം ആണ് ഇത് പബ്ലിക് ആക്കിയത്. മാം, നമുക്കൊരു റൂള് വെക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ബർത്ത്ഡേ പറയണം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിൽ സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് മാം ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇടണം. 1000 സൂര്യചന്ദ്രന്മാരെ കണ്ടുണരാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ നിറഞ്ഞ ജീവിതം തമ്പുരാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ബർത്ത്ഡേയുടെ പ്രത്യേകത മാം തന്ന ഗിഫ്റ്റ് തന്നെയാ മാം. എല്ലാ ഗിഫ്റ്റും ഇമ്പോർട്ടന്റ് ആണ് മിനി. എല്ലാം അല്ല മാം, ഞങ്ങൾക്ക് സ്പെഷ്യലാ. പോകാം. ഇന്നലത്തെ തന്നെ ബാക്കി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. കോച്ചുമാർക്കൊക്കെ നമ്മളുടെ ക്ലാസ് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പർ ലെവലിലേക്കാണ് പോകുന്നത്. അത് നോട്ടാക്കുക. ഉറപ്പായിട്ടും അത് നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഫൊർഗീവ്നെസ് ആണ് നമുക്കതിന്റെ. ഖുർആൻ പറയുന്നത്
ഫൊർഗീവ്നെസ് എന്നത് ഒരു ദുർബലതയല്ല എന്നുള്ളതാണ്, ഒരു വീക്ക്നെസ് അല്ല ഫൊർഗീവ്നെസ്. ക്ഷമ എന്നത് ഹൃദയത്തിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ മഹത്വമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ക്ലാസ്സിലല്ല. അള്ളാഹുവിന്റെ ഏറ്റവും, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. അവര് അത് ചെയ്തു. മ്യൂട്ടാണ്. ഓക്കെ. മിനി ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മിനി ഓക്കെ. സോ നമ്മൾ ഫൊർഗീവ്നെസിന്റെ സ്റ്റെപ്സ് പഠിക്കുന്നുണ്ട്, എങ്ങനെ ഫൊർഗീവ് ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. ഒരു 7 സ്റ്റെപ്സ് ആണ് അത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് അൽ ഗഫൂർ. അൽ ഗഫൂർ എന്ന് പറയും, അസ്മാഉൽ ഹുസ്ന അറിയാം അല്ലെ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്ന് അൽ ഗഫൂർ എന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെ ക്ഷമിക്കുന്നവൻ എന്നാണ്. അതുപോലെ അർ റഹീം, അതായത് അഗാധമായ അനന്തമായ കരുണയുള്ളവൻ, അർ റഹീം ആൻഡ് അൽ ഗഫൂർ. ഈ 2 പേര്. അപ്പം 99 പേരുകളിൽ ഏറ്റവും നമ്മൾക്ക് ഈ ക്ഷമയെക്കുറിച്ച് പറയുന്ന 2 വാക്കുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ തൃപ്തി, ദൈവത്തിൻ്റെ കാരുണ്യം, നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ടേ പറയുന്നു, കാരുണ്യമാണ്, ആ തൃപ്തിയാണ് നമ്മുടെ ഇൻറ്റൻഷൻ ഈ 30 ഡേയ്സ്. അത് വേണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അപ്പം പടച്ചോൻ തന്നെ ഒരു സൂറത്തിൽ ചോദിക്കുന്നുണ്ട്, നീ അള്ളാഹുവിൻ്റെ ക്ഷമ, അതായത് ക്ഷമ ചോദിക്കുമ്പോൾ, നീ അള്ളാഹുവിനോട് ക്ഷമ യാചിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മറ്റൊരാൾക്ക് കൊടുക്കാതെ ക്ഷമിക്കാൻ വയ്യ, അതായത് ക്ഷമിക്കാൻ തയ്യാറാകാതെ നിന്റെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചാൽ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതം എടുത്താലും ഏറ്റവും നമ്മൾ പ്രകീർത്തിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് തന്നെയാണ്. അതായത് മുഹമ്മദ് മക്കയിൽ നിന്നും ഒരു സമയത്ത് ഒരുപാട് ഉപദ്രവിച്ച് പുറന്തള്ളിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി കുടുംബത്തെ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു. എന്നിട്ട് തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച് തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള എല്ലാ അധികാരവും ഒന്നുണ്ട്, എല്ലാ പവറും ഒന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, ശത്രുക്കളോട് അല്ലെങ്കിൽ ഉപദ്രവിച്ചവരോട് പറഞ്ഞാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് തന്നെയാണ് പ്രോഫറ്റ് യൂസഫ് നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരന്മാരെ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ട് തള്ളിയിട്ടു. ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹവും പറഞ്ഞ ഇതാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് ഖുർആനിലെ ക്ഷമ എന്ന് പറയുന്നത്. വേദനകൾ മറന്നു കളയലല്ല ക്ഷമ, പക്ഷെ വേദനയെ ഉയർന്ന ബോധത്തിൽ ലയിപ്പിക്കലാണ് ക്ഷമ. ആ ഒരു സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച്, ഉയർന്ന, നമ്മൾ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. വേദനിക്കാതിരിക്കലല്ല ക്ഷമ, വേദനയെ നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുപോകണം. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. കോപം നിയന്ത്രിക്കുന്നവരും മനുഷ്യന് ക്ഷമിക്കുന്നവരും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നത്. സൂറത്തുൽ ഇമ്രാനിൽ പറയുന്നു, ക്ഷമിക്കുന്നവൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ക്ഷമിക്കാത്തവൻ വേദനയുടെ തടവുകാരൻ എന്നാണ് പറയുന്നത്. ക്ഷമിച്ചില്ല എങ്കിൽ നമ്മൾ തന്നെ വേദനിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയത്തേയില്ല. അത് ക്ഷമിക്കാത്തവരാണ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു പോയിസൺ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. നമുക്ക് ദേഷ്യമുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പോയിസൺ ഡെയിലി കഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നത്, നമ്മൾക്ക് ആ ദേഷ്യമുണ്ടാകുന്നത്. അപ്പോൾ ക്ഷമിക്കാത്തവൻ വേദനയുടെ തടവുകാരനാണെന്നാണ് പറയുന്നത്. ആത്മീയമായ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നത് ഹൃദയത്തെ വിശാലമാക്കലാണ് ക്ഷമിക്കൽ. അപ്പോൾ അത് ഒരു ഹൃദയം എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ ഗ്രോ ചെയ്യത്തുള്ളൂ. ചെറിയ ഹൃദയത്തിൽ ഏറ്റവും ചെറിയ ഒരു ഇത്, അതായത് ചെറുതായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വളരാൻ പറ്റത്തില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോൾട്ട് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ സോൾ കമ്പാഷനേറ്റ് ആവുള്ളൂ. നമ്മുടെ സോളിനെ
കമ്പാഷനേറ്റ് ആക്കിയാലാണ് നമുക്ക് ഉയർന്ന ബോധത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. സോൾ കമ്പാഷനേറ്റ് ആകണമെങ്കിൽ ക്ഷമയാണ് അതിൻ്റെ താക്കോല്. നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കണമെങ്കിൽ ക്ഷമിച്ചേ പറ്റുള്ളൂ. ക്ഷമ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും അടുത്ത ലെവലിലേക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റില്ല. സോ ക്ഷമിക്കുക എന്നത് ഹൃദയം വിശാലമാക്കുക എന്ന് തന്നെയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേദനയിൽ നിന്ന് വിമുക്തരാകുകയാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഫൊർഗീവ്നെസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതിനകത്ത് ഫൊർഗീവ്നെസ് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെയാണ് ഞാൻ പറയുന്നത്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഒരു ഹൃദയത്തിലേക്ക് ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമുക്കപ്പോൾ ക്ഷമിക്കാൻ എനിക്ക് മനസ്സ് തോന്നാൻ അല്ലെങ്കിൽ ക്ഷമിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഫീലിംഗ് വരലല്ല. ഹൃദയം ഒരു ഡിസിഷൻ എടുക്കലാണ് ഫൊർഗീവ്നെസ്. നമുക്കറിയാം, നമുക്ക് ഈ വേറൊരാൾക്ക് നമ്മളൊരു കടമുണ്ടെങ്കിൽ ആ കടം നമ്മൾ എത്ര പെട്ടെന്ന് കൊടുത്തു തീർക്കുന്നോ ആ കൊടുത്തു തീർക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക, അല്ലേ? ഈ കടം ഉണ്ടാകുന്നവർക്ക് ഡെറ്റ് ഒരു വലിയ പ്രശ്നമല്ലേ കടം എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? യെസ്, കടം കൊടുക്കാനുള്ളവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഡെറ്റ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ആവാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അതുപോലെ വലിയൊരു കടമാണ് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഡെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കണക്ക് കൂട്ടി നോക്കിയാൽ അറിയാം, നമുക്ക് ഓർമ്മയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര കടം നമ്മളുണ്ട്, എത്ര കടം ഞാൻ തീർക്കാനുണ്ട്. ലയബിലിറ്റീസിന്റെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ കണ്ണുകളിൽ പോകും. ഇതൊരു വലിയ കടമാണ്. ആ കടം നമുക്കൊന്ന് വീട്ടിൽ തീർക്കണം. ഇസ്ലാമിൽ പറയുന്നത്, നിങ്ങൾക്ക് ആ വ്യക്തിയോട്, ഇതാണ് എനിക്ക് ഏറ്റവും ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇസ്ലാം പെർസ്പെക്റ്റീവ് ഫൊർഗീവ്നെസ്സിൽ ഞാൻ ഏറ്റവും അപ്ലൈ ചെയ്യുന്നതും ഇതാണ്. ഏതെങ്കിലും ഒരു എനിക്ക് പിന്നെ നേരത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫൊർഗീവ് ചെയ്താൽ വീണ്ടും 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 മൈൻഡിലേക്ക് അത് കടന്നു വരും. ചിലപ്പോൾ വേറെ ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ വരുമ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇസ്ലാമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഇതാണ്. അപ്പോൾ നമുക്കൊരാളോട് ക്ഷമിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും വരുന്നു. എന്നാലും പലരും എന്നോടത്ത് അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ക്ഷമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ സൃഷ്ടാവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാണ്. ദെൻ ദ ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മൾ സൃഷ്ടാവിന് വേണ്ടി ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി, നമ്മുടെ സൃഷ്ടാവിന് വേണ്ടി, ആ ദൈവികമായ ഒരു കാരുണ്യം, സ്നേഹം, കൃപ ഒക്കെ എനിക്ക് വേണം. അതിനുവേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരോടും നന്നായിട്ട് ക്ഷമിക്കാൻ സാധിക്കും. ക്ഷമ മാത്രമല്ല, നമ്മുടെ എല്ലാ കർമ്മങ്ങളും ദൈവത്തിന് വേണ്ടിയാവണമല്ലോ. കറക്റ്റ്. അതല്ലേ നമ്മുടെ നിയത്ത്. അതെ. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഫൊർഗെറ്റിംഗ് വാട്ട് ഹാപ്പൻഡ് അല്ല. എല്ലാ കാര്യങ്ങളും മറന്ന് കളയലല്ല ഫൊർഗീവ്നെസ്. മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല ഫൊർഗീവ്നെസ്. അങ്ങനെ പറയുന്നതല്ല ഫൊർഗീവ്നെസ്. ദെൻ പാസ്റ്റ് ഒന്ന് റീകൺസൈൽ ചെയ്യുന്ന, ഒന്ന് ഒത്തുനോക്കുന്നതല്ല ഫൊർഗീവ്നെസ്. നമ്മൾ ഒരു ഹയസ്റ്റ്, അതായത് സ്ട്രെങ്തിന് വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ക്ഷമിച്ചു കൊടുത്താലാണ് എനിക്ക് സ്ട്രെങ്ത് കിട്ടുക എന്നുള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കൊടുക്കാം, അതും ഫൊർഗീവ്നെസ് അല്ല. ഫൊർഗീവ്നെസ് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഹൃദയം യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് എന്താണ് ഫൊർഗീവ്നെസ്സിൻ്റെ സ്റ്റെപ്സ്, എങ്ങനെയാണ് ഫൊർഗീവ് ചെയ്യേണ്ടത്? ജെന്യുവിൻ ഫൊർഗീവ്നെസ്സിന് 7 സ്റ്റെപ്സ് ആണുള്ളത്. 7 സ്റ്റെപ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് അക്നോളജ് ദ വൂണ്ട്. നമ്മുടെ മൈൻഡിലുള്ള ഒരു മുറിവ്, ഒരാളുണ്ടാക്കിയ മുറിവ്, ഒരാളുണ്ടാക്കിയ പെയിൻ, ഒരാളുണ്ടാക്കിയ എന്താ പറയണ, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ഹെവിനെസ്, അത് അക്നോളജ് ചെയ്യുക. അതെനിക്കുണ്ട്. സേ ഇറ്റ് ക്ലിയർലി ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ അത് പറയണം. ആ വ്യക്തി എന്നെ ഹേർട്ട് ചെയ്തു, എനിക്കതിൽ ദേഷ്യമുണ്ട്, എനിക്കതിൽ വേദനയുണ്ട്, ഞാൻ ആ വേദനയിലാണ്. അത് നിങ്ങൾ അക്നോളജ് ചെയ്യലാണ്. ചിലപ്പോൾ നമ്മൾ സപ്രസ് ചെയ്യും, സെറ്റ് സൈഡ് ചെയ്യും. കുഴപ്പമില്ല. നമ്മൾ തന്നെ കോൺഷ്യസ്ലി, സബ് കോൺഷ്യസ് മൈൻഡിൽ കാണിച്ചു വരുമ്പോൾ നമ്മൾ പറയും സാരമില്ല എന്ന് പറഞ്ഞു പോയാൽ ഇത് സപ്രസ്
ചെയ്ത് നമ്മളെ ബോഡിയിൽ പിന്നെ സ്റ്റോർ ചെയ്യും. പിന്നീട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. നമുക്ക് കോൺഷ്യസ് മൈൻഡിനൊരു ഒരു രീതിയുണ്ട്. നമുക്ക് റിസ്ക് എടുക്കുന്ന ഒരു കാര്യങ്ങളൊന്നും കോൺഷ്യസ് മൈൻഡ് വേണ്ട. ഇപ്പോൾ ഫൊർഗീവ്നെസ് ഒക്കെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പാടാണ്, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്രെയിൻ അത്ര കഷ്ടപ്പെട്ട ജോലിയൊന്നും നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല, ബ്രെയിൻ ഇഷ്ടമില്ല. അപ്പോൾ ബ്രെയിൻ എന്താ പറയുക, അത് സാരമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സാരമില്ല. അത് ഞാനങ്ങ് ക്ഷമിച്ചു. അങ്ങനെ പറഞ്ഞാൽ ക്ഷമിക്കൽ നടക്കത്തില്ല. അതിനകത്ത് ഉള്ളിൽ വീണ്ടും അത് കാണും. അപ്പോൾ അത് അക്നോളജ് ചെയ്യുക. എനിക്ക് ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചു, അതെനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് പെയിനുണ്ട്, ഞാൻ വേദനയിലാണ്. അക്നോളജിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഹീലിംഗ്. ഹീലിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അതിനെ അക്നോളജ് ചെയ്യുക. നമ്മൾ അവയർനെസ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് നമ്പർ 2, ഫീൽ ഇറ്റ് ഫുള്ളി. കംപ്ലീറ്റ് ആ വേദന ഒരിക്കൽ കൂടെ നമ്മൾ മനസ്സുകൊണ്ട് അനുഭവിക്കുക. എന്നിട്ടൊരു തീരുമാനം എടുക്കുക, ഇനി ഒരിക്കലും ആ ഭാഗത്തേക്ക് ഞാൻ പോകത്തില്ല. അവിടെയാണ് ആ ഒരു തീരുമാനം എടുക്കുക. അവിടെ ഇനി ഞാൻ ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഇനി ഒരിക്കൽ പോലും ആ വ്യക്തി എന്നെ ഹേർട്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. നമ്മൾ അനുവദിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ള സ്ട്രോങ് പേഴ്സൺ ഈസ് ഓൺ ഹു കൺട്രോൾ ദംസെൽസ് ഇൻ ആങ്കർ എന്നാണ്. കൺട്രോൾ ബിഗിൻസ് വിത്ത് എ ഡിസിഷൻ, നോട്ട് എ ഫീലിംഗ്. അപ്പോൾ എന്നിട്ട് പ്രോഫിറ്റ് മുഹമ്മദ് സൂറത്തുൽ അൽ-ഷൂറയിൽ പറയുന്ന സൂറത്തുൽ അൽ-ഷൂറയിൽ പറയുന്ന, ആൻഡ് വെൻ ദേ ആർ ആംഗ്രി ദേ ഫൊർഗീവ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുകയും ചെയ്യും. വെൻ ദേ ആർ ആംഗ്രി ദേ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരത് ഫൊർഗീവ് ചെയ്യുകയും ചെയ്യും. ഈ ആങ്കർ എന്ന് പറയുന്നത് ചിലയിടത്തെങ്കിലും നമ്മുടെ പെയിൻ, നമ്മുടെ ഇറിറ്റേഷനും സ്ട്രെസ്സും റിവീൽ ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ്. പെയിൻ കൂടുമ്പോൾ ആങ്കർ വരും. ആ ആങ്കർ വരുന്നത് നല്ലതാണ്, എന്നാലേ ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ യു മേക്ക് സെൻസ്? നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്? നമുക്ക് ആ ആങ്കർ വരണം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഗിൽറ്റിലേക്കൊക്കെ പോകും, ഷെയിമിലേക്ക് പോകും. ആങ്കർ അവിടെ വളരെ നല്ലൊരു കാര്യമാണ്. ആങ്കർ വരണം. അത് ആങ്കർ വരണമെങ്കിൽ നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്യണം, മൈൻഡിൽ ഒന്നുകൂടി ഫീൽ ചെയ്യണം. അപ്പോഴാണ് ആങ്കർ വരുന്നത്. ആങ്കർ വന്നാലേ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വെൻ ദേ ആർ ആംഗ്രി ദേ ഫൊർഗീവ്. അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിച്ചിട്ടുണ്ടാവും. സൂറത്തുൽ അൽ-ഷൂറയിൽ പറയുന്നുണ്ട്. ആംഗ്രി, അപ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യുക, ദേഷ്യം വന്നോട്ടെ. സ്റ്റെപ്പ് നമ്പർ 3, ഷിഫ്റ്റ് യുവർ ഇൻറ്റൻഷൻ ടു അള്ളാഹ് ഓർ ഗോഡ്. ഇത് ഇസ്ലാമിക് മെത്തേഡാണ്, ഒരു പവർഫുൾ ഇസ്ലാമിക് മെത്തേഡാണ്. നമ്മളൊരു ആളുടെ അടുത്ത് ഫൊർഗീവ് ചെയ്യുന്ന സമയത്ത് ഫൊർഗീവ് ചെയ്യും പടച്ചോന് വേണ്ടിയിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഫൊർഗീവിങ് ഫോർ ദാറ്റ് പേഴ്സൺ, ഫൊർഗീവ് ഫോർ അള്ളാഹ്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരത്തില്ല. ആസ്ക് യുവർ സെൽഫ്, ഡു ഐ വോണ്ട് അള്ളാഹ് ടു ഫൊർഗീവ് മീ? പടച്ചോൻ എന്നോട് ഫൊർഗീവ് ചെയ്യണോ? പടച്ചോൻ ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണോ? എങ്കിൽ ഞാൻ പടച്ചവന് വേണ്ടി ഈ തെറ്റ് ഞാൻ ക്ഷമിക്കുകയാണ്. ഞാൻ മറ്റുള്ളവരോട്, ഞാൻ എന്നോടത്ത് കാണിച്ച, മറ്റുള്ളവർ എന്നെ വേദനിപ്പിച്ചതിന്, മറ്റുള്ളവർ എന്നോടത്ത് ബിഹേവ് ചെയ്തതിന് തമ്പുരാന് വേണ്ടി ഞാൻ ക്ഷമിക്കുകയാണ്. ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞ ആക്ട് ഓഫ് ഇബാദത്താണ് എന്നാണ് പറയുന്നത് ഖുർആനിൽ. നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിലും ഇത് പറയുന്നുണ്ടല്ലോ മാം. യെസ്, ബൈബിളിലും ഇത് പറയുന്നുണ്ട്. സോ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞ ആക്ട് ഓഫ് ഇബാദത്ത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെയർ ഒരു ഇബാദത്താണ്. ആരാധനയുടെ ഒരു പാർട്ടാണ് ഫൊർഗീവ്നെസ്. ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആരാധനയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പവർഫുൾ ആണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈഗോ റിമൂവ് ചെയ്യാനും നമ്മുടെ എൻറ്റയർ ഇക്വേഷനും ക്ലിയർ ചെയ്യും ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ. ലൈഫിൻ്റെ ഇക്വേഷൻ മുഴുവൻ മാറും ഫൊർഗീവ്നെസ് ചെയ്താൽ. അടുത്ത സ്റ്റെപ്പ് നമ്പർ 4, ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മേക്ക് ദുആ ഫോർ ദ പേഴ്സൺ ഹു ഹേർട്ട് യു. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്.
ഇത് ഇമ്പോസിബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. നിങ്ങൾക്ക് മാറണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഇത് ചെയ്യണം. നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രെയർ ചെയ്യുക. നമുക്ക് ഇങ്ങനെ പറഞ്ഞ ഓ അല്ലാ ഗൈഡ് ദം, ഗീവ് ദം ഗുഡ്നെസ്, അവരെ നന്മയിലേക്ക് നയിക്കണമേ, അവരെ ഗൈഡ് ചെയ്യണേ. ഇത് നമുക്ക് പറയാം. നമുക്കത് ആദ്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഫസ്റ്റ് യു ഡോണ്ട് ഹാവ് എനി ഫീലിംഗ് ഇൻ ഇനിഷ്യൽ ടൈം, ബട്ട് സേ ഇറ്റ് ഇൻ യുവർ ടങ്, വീണ്ടും വീണ്ടും, ദെൻ ഹാർട്ട് ഫോളോസ്. നിങ്ങൾ പറഞ്ഞ് അഫർമേഷൻ പറയുന്ന പോലെ ഹൃദയം അതിനെ ഫോളോ ചെയ്തോളും. പ്രോഫിറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ മെത്തേഡാണ്. പ്രോഫിറ്റ് പ്രേഡ് ഫോർ ദോസ് ഹു സ്റ്റോൺ ഹിം ഇൻ തൈഫ്. കല്ലെറിഞ്ഞവർക്ക് വേണ്ടിയിട്ട് പോലും പ്രാർത്ഥിച്ച ഈ മെത്തേഡാണ്. ഈ സ്റ്റെപ്പ് നമ്പർ 4 ഓക്കെ ആയോ എല്ലാവർക്കും? എനി ഡിഫിക്കൽട്ട്? മാം ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പ് നമ്പർ 5 അല്ലേ, മേക്ക് ദുആ ഫോർ ദ പേഴ്സൺ എന്നുള്ളത്? അല്ല, 4. മാഡം ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോയാണ്. റിലീസ് ദ നീഡ് ഫോർ ജസ്റ്റിസ് ഫ്രം ദം. ഇതും ഇനി അടുത്ത വരുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തെറ്റ് നമ്മളോട് കാണിച്ചാലേ നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കും. പക്ഷെ അവർ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യണമെന്നില്ല, അവർ മാറണമെന്നില്ല. ഈവൻ നിങ്ങൾ ചെയ്തത് അറിയണമെന്ന് പോലുമില്ല. ചിലപ്പോൾ അവരെ നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല, അവരെ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചില കേസിൽ. ഇപ്പൊ ഇസ്ലാമിക് സൊല്യൂഷനിൽ പറയുന്നത് ട്രാൻസ്ഫർ ദ അക്കൗണ്ട് ടു അള്ളാഹ്. സ്റ്റെപ്പ് നമ്പർ 5 നമ്മൾ പറയേണ്ടത് ദൈവത്തിനോട് പറയാണ്, ഐ ലീവ് ദിസ് മാറ്റർ ടു യു. പടച്ചോനെ, ഞാൻ ഇത് അങ്ങയിലേക്ക് സമർപ്പിക്കുകയാണ്. യു സീ എവരിത്തിങ്. തമ്പുരാൻ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഐ റിലീസ് മൈ ക്ലെയിം ഓൺ ദിസ് പേഴ്സൺ ടു യു. ഈ വ്യക്തിയുമായിട്ടുള്ള എല്ലാ റെക്കോർഡും എൻ്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായ ഫയല് ഞാൻ പടച്ചവനെ നിന്നിൽ സമർപ്പിക്കുകയാണ്. നീ എല്ലാം അറിയുന്നവനാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും എനിക്കതിലിനി ഉത്തരവാദിത്തമില്ല. ഞാൻ എന്നേക്കുമായി അത് എന്നിൽ നിന്നും റിലീവ് ചെയ്യുകയാണ്. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. നമുക്ക് അതായത് actually this upgrading your justice to the one who missing nothing. ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ നിയമം തന്നെയുണ്ട്. ഒന്നും നമുക്ക് മിസ് ചെയ്യത്തില്ല. നമുക്ക് അതിൻ്റെ പേര് നമ്മളെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ. അതായത് നമ്മൾ അക്കൗണ്ട് പടച്ചോനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അക്കൗണ്ട് സ്റ്റെപ്പ് നമ്പർ 6. അത് ഏതെങ്കിലും ഫോമിൽ കിട്ടുമല്ലേ നമുക്ക്? ഏതെങ്കിലും ഫോമിൽ ഉറപ്പാണ്. ഇൻഷാല്ലാ അല്ലേ മാം? അതെ, ഉറപ്പായിട്ടും. ലോ ഓഫ് കോമ്പൻസേഷൻ. നിങ്ങളൊരു നന്മ ചെയ്യൂ, നമ്മൾ ചെയ്യുന്ന നന്മ ചെയ്യുന്ന ആൾ നമുക്ക് തിരിച്ചു തരണമെന്നില്ല, വേറെ ഏതെങ്കിലും പ്രപഞ്ചം നമുക്ക് തിരിച്ചു തന്നിരിക്കും. അതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ. പ്രപഞ്ചം നല്ലത് ചെയ്താൽ നല്ലത് തരും, മോശമാണെങ്കിലും അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കർമ്മ എന്നൊക്കെ പറയുന്നത്. പക്ഷെ കർമ്മയെക്കാളും കുറച്ചുകൂടി ഹയർ ഇതിലുള്ള ഒരു നിയമമാണ് ലോ ഓഫ് കോമ്പൻസേഷൻ. സ്റ്റെപ്പ് നമ്പർ 6 വെരി പവർഫുൾ, ഈവൻ അഡ്വാൻസ്ഡ്. സെറ്റ് ബൗണ്ടറീസ്. Forgiveness is not equal to re-entry. ഇപ്പം ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ കംപ്ലീറ്റ് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും, ആൻഡ് സ്റ്റിൽ നോട്ട് ചൂസ് ഹാവ് ദം ഇൻ യുവർ ലൈഫ്. ഇപ്പം നമ്മളെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യണം. അല്ലാത്തവരാണെങ്കിൽ അവരെ നമ്മളെ കൂടെ ചേർക്കേണ്ട കാര്യമില്ല എങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ഇട്ടേക്കുക. അവരെ ഒരു സെപ്പറേറ്റ് ചെയ്യുക. ഇസ്ലാം പറയുന്നത് ഫൊർഗീവ് ഇൻ യുവർ ഹാർട്ട് ഓൾവേസ്. ഹൃദയം കൊണ്ട് എപ്പോഴും ഫൊർഗീവ്നെസ് ചെയ്യണം. ഈ ട്രസ്റ്റും ക്ലോസ്നെസ്സും നമ്മൾ ഏൺ ചെയ്യേണ്ടുന്നതാണ്. ഒരു വ്യക്തിയായിട്ടുള്ള ട്രസ്റ്റ്, ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു അടുപ്പം, അത് ഏൺ ചെയ്തെടുക്കലാണ്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ശുദ്ധിയും
നമ്മളുടെ വാല്യൂസും അറിഞ്ഞ് മറ്റുള്ളവരെ നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ക്ലോസ്നെസ്. ഒരാൾ നമ്മളോട് അടുക്കുന്നത്, ഒരാൾ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നത്, ഈ രണ്ട് നമ്മളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടാണ്. അങ്ങനെ അല്ലാത്തവർക്ക് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഫൊർഗീവ് ചെയ്തിട്ട് നമുക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതാണ് പറയുന്നത്. പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. നമ്മുടെ ഹൃദയം ഫ്രീ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഫൊർഗീവ്നെസ്. അപ്പോൾ ഈ ഒരു വിസ്ഡം, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറച്ച് അകലെ നിർത്തണം എന്നുള്ളൊരു വിസ്ഡമാണ്. ആ വിസ്ഡം പ്രൊട്ടക്റ്റ് യുവർ ഫ്യൂച്ചർ. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വീണ്ടും ഈ സംഭവം തന്നെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു പ്രാവശ്യം മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുന്ന ഒരു പ്രാവശ്യം ഒരു അബദ്ധം, രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിൽ മണ്ടത്തരമാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ ഫൂളാണെന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഒഴുക്കി കൊടുക്കുന്ന വഴികളാണ്. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 7, എപ്പോഴൊക്കെ റിപ്പീറ്റ് ആസ് നീഡഡ്. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ. ഒരിക്കലും ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന വൺ ടൈം ഇവൻ്റ് അല്ല. നമുക്ക് എല്ലാ ദിവസവും തോന്നുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ തോട്ട് കയറി വന്നാൽ അപ്പോൾ വീണ്ടും ഫൊർഗീവ്നെസ് ചെയ്യുക. അത് നോർമലാണ്. എപ്പോഴൊക്കെ ആ തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു, ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൊർഗീവ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞ 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 7 സ്റ്റെപ്പ് പ്രാക്ടിക്കലി ചെയ്യുന്ന എങ്ങനെയെന്ന് കൂടെ പറയാം. സ്റ്റെപ്പ് ഒന്നുകൂടെ ഞാൻ പറയാം. 1, അക്നോളജ് ദ വൂണ്ട്. നമ്മുടെ മനസ്സിലുള്ള മുറിവ് ഒന്ന് അക്നോളജ് ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കുക. ആരാണ് നമ്മളെ, ഏത് സംഭവമാണ്, ഏത് സിറ്റുവേഷനാണ് എന്നെ വേദനിപ്പിച്ചത്. സംഭവമാകാം, വ്യക്തിയാകാം, സിറ്റുവേഷൻ ആകാം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫീൽ ഇറ്റ് ഫുള്ളി, ദെൻ ഡിസൈഡ് നോട്ട് ടു സ്റ്റേ ദെയർ. അത് കംപ്ലീറ്റ് മനസ്സിലൂടെ ഒരിക്കൽ കൂടി ഇങ്ങനെ ഫീൽ ചെയ്യണം. ഇനി ഒരിക്കലും ഞാൻ ഈ വ്യക്തിയോട്, ഈ സിറ്റുവേഷനോട്, ഈ സർക്കംസ്റ്റാൻസസിനോട്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് സ്റ്റേ ചെയ്യത്തില്ല. ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ, പറ്റുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ അതിനുള്ള അവസരം കൊടുക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം. സ്റ്റെപ്പ് നമ്പർ 3, ഷിഫ്റ്റ് യുവർ ഇൻറ്റൻഷൻ ടു അള്ളാഹ്. അത് നമ്മളുടെ അതായത് നമ്മൾ പടച്ചവന് വേണ്ടിയിട്ട് നമ്മൾ ഫൊർഗീവ് ചെയ്യണം, ഫൊർഗീവ്നെസ് ചോദിക്കുകയാണ്. സ്റ്റെപ്പ് നമ്പർ 4, മേക്ക് ദുആ ഫോർ ദ പേഴ്സൺ ഹു ഹേർട്ട് യു. നമ്മൾ നേരത്തെ റിലീസ് ചെയ്തതിന് ശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്റ്റെപ്പ് നമ്പർ 5, റിലീസ് ദ നീഡ് ഫോർ ജസ്റ്റിസ് ഫ്രം ദം. അതായത് നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം പടച്ചവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പടച്ചവൻ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ അത് ആർക്കാണ് കിട്ടേണ്ടത്, എന്താണ് കിട്ടേണ്ടത്. നമ്മൾ ഒരിക്കലും അവിടെ ജസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവർക്കും ജസ്റ്റിസ് കിട്ടണം. അപ്പോൾ കൃത്യമായ ഒരു കണക്കിൽ അക്കൗണ്ടബിലിറ്റി അതിനകത്ത് വന്നോട്ടെ. സ്റ്റെപ്പ് നമ്പർ 6, സെറ്റ് ബൗണ്ടറീസ്. ഫൊർഗിവ്നെസ് ഈസ് നോട്ട് ഈക്വൽ ടു റീഎൻട്രി. സ്റ്റെപ്പ് നമ്പർ 7, റിപ്പീറ്റ് ആസ് നീഡഡ്. വെനെവർ യു നീഡ് ടു ഫൊർഗീവ്, ജസ്റ്റ് റിപ്പീറ്റ് അഗെയിൻ. ക്ലിയർ അല്ലേ? ഇത്രയും 7 സ്റ്റെപ്സ് അല്ലേ? ഓക്കെ, ക്ലാരിറ്റി വന്നു അല്ലേ ഫൊർഗീവ്നെസ്സിനെ കുറിച്ച്? യെസ്. ഇനി മെത്തേഡ്സ് ആണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ടു ഡു ഇറ്റ് റൈറ്റ്. ഇപ്പം നമുക്കിപ്പം ഫൊർഗീവ് ചെയ്യുക നമ്മൾ പറഞ്ഞു, റിലീസ് ചെയ്യണം, ഫൊർഗീവ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. റൈറ്റ് എ ലെറ്റർ ടു ദ പേഴ്സൺ. അത് അയക്കണ്ട, നമ്മൾ എഴുതിയാൽ മാത്രം മതി. നമുക്ക് ഫീൽ ചെയ്തത് എന്തൊക്കെയാണോ ആ സിറ്റുവേഷൻ, ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും വ്യക്തികളായിരിക്കുമല്ലോ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തികളെ എടുത്ത് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കത്തെഴുതണം. എന്നിട്ട് ഈ പെയിൻ നമുക്ക് ആ സിറ്റുവേഷനിൽ വന്ന എല്ലാ പെയിനും അവിടെ എഴുതണം. എന്നിട്ട് എഴുതണം, ഐ റിലീസ് യു, ഐ ഫൊർഗീവ് യു ഫോർ മൈ ഓൺ ഫ്രീഡം. ഞാനിതെല്ലാം എന്നിൽ നിന്നും ഇന്ന് വിട്ടുകളയുകയാണ്. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് സ്വതന്ത്രമാകുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ഇവൻറ്റുകളെല്ലാം എഴുതിയിട്ട് കൃത്യമായിട്ടെല്ലാം എഴുതണം. എഴുതുമ്പോഴാണ് ആ ഫീൽറ്റ് എന്ന് പറയുന്ന സമയത്താണ് ഇത് എഴുതാനുള്ളത്. എഴുതുമ്പോൾ ടോട്ടലി ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
make dua for the person every day for next 40 days. നിങ്ങളുടെ ഹൃദയം എങ്ങനെ മാറുന്നു നോക്കുക. 40 ദിവസം എല്ലാ ദിവസവും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 days കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് വിഷ്വലൈസേഷൻ. Close your eyes, see the person, silently say, I forgive you. Then imagine light filling your chest. നിങ്ങളുടെ ഫ്രണ്ടിൽ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ആ വ്യക്തി വന്ന് നിൽക്കുന്നു. ആ വ്യക്തിയോട് എല്ലാം നമ്മൾ പറയണം, ഐ ഫോർഗീവ് യു. നമ്മളത് 2-3 times പറയുമ്പോൾ ഒരു ദിവ്യമായൊരു പ്രകാശം നിങ്ങളുടെ ഹൃദയം ഫില്ല് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ടെലിപ്പതിയാണോ? സോറി, ടെലിപ്പതിയാണോ ഇത്? അല്ല, ജസ്റ്റ് വിഷ്വലൈസേഷൻ. നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി. നോ ടെലിപ്പതി. ഇതെല്ലാം ഇത് വിഷ്വലൈസേഷൻ. അപ്പൊ കണ്ണടച്ച് നമ്മുടെ മുന്നിൽ ഇപ്പൊ സബീർ സാറ് എന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് സാർ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് പറയണം, ഐ ഫോർഗീവ് യു, ഐ ഫോർഗീവ് യു. ഞാൻ പൂർണ്ണമായിട്ടും താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഒരു ഡിവൈൻ ലൈറ്റ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ലൈറ്റ് എൻ്റെ ബോഡിയിൽ ഹൃദയം നിറയ്ക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. അതാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ദെൻ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. എവറി മൊമെന്റ് ഓഫ് റീസെന്റ്മെന്റ് അറൈസസ് ഇമ്മീഡിയറ്റ്ലി സേ അസ്തഗ്ഫിറുല്ലാഹ്. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഹോപ്പണോ പറയാം. 3 times അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പടച്ചവനിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കും. അസ്തഗ്ഫിറുല്ലാഹ് അതിലേക്ക് നമ്മൾ വീണ്ടും പോകത്തില്ല. അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതാണ് 3 times അസ്തഗ്ഫിറുല്ലാഹ് പറയുക. ദെൻ നമുക്കിത് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എ ട്രസ്റ്റഡ് ഫ്രണ്ട് ഒരു എ സ്കോളർ ഒരു മെന്റർ പറയുക. ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു അതോറിറ്റി പേഴ്സൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ ആളോട് ഒരാളോട് ഞാൻ പൂർണ്ണമായും ഞാൻ ക്ഷമിച്ചു. അതിൻ്റെ ഒരു ലൈറ്റിലാണ് ഞാനിപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ വളരെ പീസ്ഫുള്ളിലാണ് എന്ന് പറയണം. അത് ടോക്ക് ടു സമ്മൺ. അത് നമ്മളോട് പറയുമ്പോൾ നമ്മളെ ബോഡിയിലെ ഈച്ച് സെല്ലുലാർ മെമ്മറീസ് അത് കേൾക്കും. പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. ദെൻ ഫിസിക്കൽ റിലീസ്. ചിലയിടത്ത് നമുക്ക് പറ്റത്തില്ല എങ്കിൽ ഉറക്ക കരയാം, ബോഡി മൂവ് ചെയ്യുക, എക്സസൈസ് ചെയ്യാം. ഈ ഗ്രീഫും പെയിനും എല്ലാം ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. അപ്പോൾ ആ ലെറ്റ് ഇറ്റ് മൂവ് ത്രൂ യു. നമ്മളിലൂടെ ഇങ്ങനെ ഈ ബോഡി മൂവ്മെന്റിലൂടെ ഈ സാധനം പുറത്തേക്ക് പോകും. ദെൻ കഴിഞ്ഞാലോ മാഡം മാറണേ? അല്ല, ബാക്കിയുള്ളതൊന്നും മാറിയിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാൻ. അതും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. യു ക്യാൻ യൂസ്. ഇപ്പൊ ഇത്രയും സ്റ്റെപ്സ് ഈ വാക്കിംഗ്, മൂവിങ്, ഇതെല്ലാം ബോഡി മൂവ്മെന്റ്, ബോഡിയിൽ അടിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കളയുക എന്നുള്ളതാണ്. അതായത് ഇതിനെ സെഡിമെന്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ജേർണലിംഗ് ആണ് നമ്മൾ പറഞ്ഞ മെത്തേഡിൽ. 40 day ജേർണലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദെൻ വിഷ്വലൈസ് ചെയ്യുക, ദെൻ ഇസ്തിഗ്ഫാർ ചെയ്യുക, ടോക്ക് ടു സമ്മൺ, ഫിസിക്കൽ റിലീസ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതാണ്, അതായത് സെൽഫ് ഫർഗീവ്നെസ് ആണ്. അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, അത് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഫർഗീവ്നെസ്, ഒരു കുഞ്ഞു ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടൊരു ഫർഗീവ്നെസ്, ഒരു ചെറിയൊരു ഫർഗീവ്നെസ് ചെയ്യാം. ബുക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് സാവകാശം കണ്ണുകൾ അടയ്ക്കാം. Take a deep breath in and breathe out. Breathe in deeply and breathe out smoothly. Once again, take a deep breath in and breathe out. ശരീരം റിലാക്സ് ചെയ്യട്ടെ, മനസ്സ് റിലാക്സ് ചെയ്യട്ടെ.
സാവകാശം ശ്വസിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അനന്തമായ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കൃതജ്ഞതയും ഗ്രാറ്റിറ്റ്യൂഡും ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് വരുന്നു. ശരീരം മുഴുവൻ വീണ്ടും ക്ലെൻസ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആരോടൊക്കെ ക്ഷമിക്കണമോ ആ ക്ഷമ, അതെല്ലാം, ആ ദേഷ്യം അല്ലെങ്കിൽ ആ വൂണ്ട്, ആ പെയിൻ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. അഗാധമായി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും. Take deep breath in and breathe out. Breathe in and breathe out. Breathe in and breathe out. മനസ്സുകൊണ്ട് നിങ്ങളിപ്പോൾ വലിയ വിശാലമായ അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു സിമൻറ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവിടെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. സായാഹ്ന സൂര്യൻ്റെ പ്രകാശം ആ ഇലകളിലും പൂക്കളിലും ഒക്കെ വന്ന് പതിക്കുന്നത് നല്ല ആ ഭംഗി ഇരട്ടിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ചെറിയ കിളികൾ, കുഞ്ഞു ചിത്രശലഭങ്ങൾ, പൂക്കളുടെ സൗരഭ്യം, തണുത്ത കാറ്റ്, മനോഹരമായ ഒരു അന്തരീക്ഷം. ഒരു 5:30-6 മണി ആ ഒരു സമയത്ത് ആ ഭംഗിയുള്ള നിരവധി അനവധി വിവിധ നിറത്തിലും വർണ്ണങ്ങളിലുമുള്ള പൂക്കളുടെ ഇടയിൽ ആ സിമൻറ്റ് ബെഞ്ചിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. മനസ്സ് കൃതജ്ഞത കൊണ്ട് നിറയട്ടെ. ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും, എല്ലാ സൗഭാഗ്യങ്ങൾക്കും, എല്ലാ സമ്പത്തിനും, എല്ലാ സമൃദ്ധിക്കും തമ്പുരാനോട്, ദൈവത്തോട് നന്ദി പറയാം. ഈ ലഭിച്ച ഈ മൊമെന്റിന് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാ നല്ല ബന്ധങ്ങൾക്കും നന്ദി പറയാം. ആരോഗ്യത്തിനും സമ്പത്തിനും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ നന്ദി പറയാം. എല്ലാവർക്കും ഏറ്റവും നല്ലത് സംഭവിക്കാൻ പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തിൽ, ലോകത്ത് ആരൊക്കെ വേദന അനുഭവിക്കുന്നുവോ, ആരൊക്കെ നിസ്സഹായരായിട്ടുണ്ടോ, ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ എല്ലാവർക്കും കരുണ നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ മൊമെന്റിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേദന നൽകിയ ഒരാളുടെ മുഖം കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു വ്യക്തിയുടെ, നിങ്ങൾ ക്ഷമിക്കേണ്ടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ, ആ ഉദ്യാനത്തിൽ, ആ സിമന്റ് ബെഞ്ചിന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ഓക്കെ. അതിനുശേഷം ആ വ്യക്തിയോട് നിങ്ങൾ പറയുന്നത് പോലെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് സ്വതന്ത്രമാകുന്നതിന് വേണ്ടി, എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ ഭാരം ഞാൻ എന്നേക്കുമായി റിലീസ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി, ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ നിമിഷം ഞാൻ സ്വതന്ത്രമാകുന്നു. താങ്ക് യു. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഓ ഗോഡ്, നീ എനിക്ക് കരുണ കാണിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഹൃദയം കരുണയിലേക്ക് തുറക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഈ വ്യക്തിയോട് എന്നേക്കുമായി ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഭാഗ്യവും സന്തോഷവും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ആ വ്യക്തിയുമായി ഉണ്ടായിരുന്ന എല്ലാ വൈര്യങ്ങളും ദേഷ്യവും ഇമോഷണൽ കണക്ഷനും എല്ലാം ഈ നിമിഷം ഞാൻ വിട്ട് നൽകിയിരിക്കുന്നു. ആ ഒരു കണക്ക്, ആ ഒരു റെക്കോർഡ് പടച്ചോനെ അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. Stay sometimes. Relax yourself. എപ്പോഴാണോ നിങ്ങൾ റെഡിയാകുന്നത് ആ സമയം സാവകാശം കണ്ണുകൾ തുറക്കാവുന്നതാണ്. Thank you so much. Thank you so much, ma'am. Thank you. ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുമോ? ആ വ്യക്തിയെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? Yes, ma'am. വെരി ഗുഡ്. സോ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം സെൽഫ് ഫൊർഗീവ്നെസ് ആണ്. ഇന്ന് പുതിയ ആരെങ്കിലും ഉണ്ടോ? പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വരുന്ന ആരെങ്കിലും? ഉണ്ടല്ലോ, റഹീന എന്ന് പറഞ്ഞിട്ട് എന്റെ മകളുണ്ട് എറണാകുളത്തുനിന്ന്. ഇല്ല, റഹീമ, മകള് റഹീന. ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ തെറ്റ് ചെയ്തവരെ ഒന്ന് നേരിട്ട് വിളിച്ച് ക്ഷമ പറയേണ്ട ആവശ്യമില്ലേ? ഇല്ല, കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്, ഇല്ലെങ്കിലും ഇത് ഏറ്റവും നല്ലതാണ്. നമുക്ക് അങ്ങനെ നേരിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമുക്കൊരു അതിനുശേഷം അവരെങ്ങനെ ഫേസ് ചെയ്യണമെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്നും ആ ഒരു പ്രശ്നമേ ഇല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നേരിട്ട് പറയാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. നേരിട്ട് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. പക്ഷെ പിന്നെ നേരിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യണം. ഞങ്ങൾ ഇന്നലെ രാത്രി തീരുമാനിച്ച ഇന്ന് വിളിക്കണം. അപ്പൊ ഏതായാലും വിളിക്കാതെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. യെസ്, നിങ്ങൾക്കൊരു സ്വസ്ഥതയ്ക്ക്, നമുക്കൊരു സമാധാനവും സന്തോഷവും വേണ്ടി നമ്മളെ പടച്ചവന്റെ പേരിൽ നമ്മൾ നേരിട്ട് വിളിക്കില്ലേ, ഇങ്ങനെ ചെയ്താൽ ആ ഒരു എനർജി ആൾക്ക് കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ഫൊർഗീവ് ചെയ്യണമെങ്കിൽ പിന്നെ ആ വ്യക്തി പിന്നെ നിങ്ങളെ കാണുമ്പോൾ സമയത്ത് വേറൊരു അപ്രോച്ച് ആയിരിക്കും. ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ട്രൈ അതുപോലെ ചെയ്ത് സെറ്റ് ബൗണ്ടറീസും വെക്കാം അല്ലെ? അത് അത്യാവശ്യമാണ്. നമ്മുടെ അവിടെ ഇങ്ങനെ വരുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമില്ലല്ലേ? നമ്മുടെ ആ അപ്രോച്ച് കൊണ്ട് മൈൻഡ് സെറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാം ചേഞ്ച് വരുന്നുള്ളതാണ്. നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യും. നമ്മുടെ വെറുപ്പിന്റെ എനർജി മാറി നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മാറുമ്പോൾ നമ്മളെ ഉൾപ്പെടുന്ന പ്രസരിക്കുന്നത് ഊർജം സ്നേഹത്തിന്റെയും ക്ഷമയുടെയാണ്. ആ ഊർജം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കണക്ട് ചെയ്യും. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹം തോന്നും, നമ്മളോട് കാണുമെന്ന് തോന്നാം. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളത് ട്രൈ ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഏതാ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഫൊർഗീവ്നെസ് ചെയ്തതിന്റെ എന്താ പറഞ്ഞേ? ഓൾറെഡി ഞങ്ങളിപ്പോ ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. വെരി ഗുഡ്. പലപ്പോഴും ഈ ഉണ്ട് രാജീവ്. അല്ല മാം, ഫൊർഗീവ്നെസ് ചെയ്തപ്പോ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയട്ടോ എന്ന് പറയട്ടെ മാമിനോട്. പ്ലീസ് പറയൂ. മാം, ഞാൻ ഫൊർഗീവ്നെസ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ അടുത്തൊരു ഹാഷ് വേർഡ് പറഞ്ഞ ഒരാളായിരുന്നു, റിലേറ്റീവ് ആയിരുന്നു. അപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ പെയിൻഫുൾ ആയിരുന്ന സമയം കൂടി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൊർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നിയർലി ഒരു 7 months എടുത്തിരുന്നു ഈ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഞാൻ ചെയ്തു, ഫൊർഗീവ്നെസ് ചെയ്തു. അത് കഴിഞ്ഞു ഒരു 3 days കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് കരഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയി, സോറി.
മോളെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ തൊട്ട് അടുത്ത മൊമെന്റിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് റിപ്ലൈ കൊടുക്കുവാണ്. പിന്നെ പൊട്ടിക്കരച്ചിലായിരുന്നു മെസ്സേജ് വന്നത്. അത് ശരിക്കും അവിടെ എത്തും എന്നുള്ളതാണ്. ഈ എല്ലാ വ്യക്തികളുടെയും കോറിൽ നന്മയുണ്ട്. എല്ലാ വ്യക്തികൾക്കും അതെ അതെ അതെ. ആ നന്മ, ആ പ്രകാശം, നമ്മുടെ പ്യോർ ഹാർഡ് കോർ, ആ പ്യൂരിഫൈഡ് സോളിനെ, ആ ഒരു വ്യക്തിയെ, നമ്മുടെ ഉള്ള പ്യൂരിഫൈഡ് സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, എത്ര പ്രയർ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അത് വന്നാലാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. Forgiveness is not an easy task. It's very difficult, but it's very beautiful and result oriented. റിസൾട്ട് നമുക്ക് നെക്സ്റ്റ് മൊമെന്റിൽ നമുക്ക് ലഭിക്കും ആ റിസൾട്ട്. അതെ മാം, അതെ. മാം, ഞാനൊരു കാര്യം ചെയ്യട്ടെ. എൻ്റെ സ്റ്റുഡൻസിന്റെ ഇടയിലേ ഇപ്പൊ ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാല് ഇവർക്ക് ലവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആകർഷിച്ചൂടെ? അതായത് ഇപ്പം ആ കുട്ടീനെ ഇഷ്ടമുള്ള ഒരാളെന്ന് വിചാരിക്കേ. അപ്പൊ ഇതിലൂടെ അവർക്ക് ആ കുട്ടീനെ ശരിക്കും പറഞ്ഞാല് സ്വായത്തമാക്കി കൂടെ? ലവേഴ്സിനെ ആഗ്രഹിക്കുന്ന മെത്തഡോളജി ഒന്നും യങ്സ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? അതന്നെ, ഒരിക്കലും ചെയ്യരുത്. കാരണം അവരുടെ ഈ കുട്ടികൾ, അവരുടെ അഡോളസൻസും ടീനേജും ഒക്കെ അവരുടെ ഏറ്റവും മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് അവർ നല്ല വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. പഠിച്ച് മിടുക്കരാകുകയല്ല, അതതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രം, നല്ല വ്യക്തികളാകുക. അപ്പൊ അവരുടെ ഗോൾ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വ രൂപീകരണം, അവരുടെ ഡിസിപ്ലിൻ, അവരെ പഠനം, അവരെ ക്ലാസ്സിൽ പോകും, ഇങ്ങനത്തെ കാര്യത്തിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ പോലും പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇൻഫാക്ച്വേഷൻ അതൊരു ഫ്ലോയിൽ വരുന്ന കാര്യമാണ്, നമുക്കത് പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു 18 വയസ്സ് എത്തിയാൽ മാത്രമാണ് ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഏത് ശരി ഏത് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഇമോഷണൽ കോഷ്യന്റ് വളരെ കുറവാണ് ഈ പ്രായത്തിൽ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വലിയൊരു പ്രായമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഇരുന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അടുത്ത ദിവസം കൊണ്ട് ബാക്കിയില്ല, കാരണം എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് പോകും. അവരുടെ പ്രായത്തിൽ ഓൾവേസ് ദേ ട്രൈ ടു അട്രാക്ട് ഓപ്പോസിറ്റ് ജെൻഡർ പീപ്പിൾ. അപ്പൊ നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ലൈഫിലുണ്ട്, വലിയ ഉത്തരമായ അതിലേക്ക് നമ്മൾക്ക് അത് നേടിയെടുക്കാൻ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം, നിങ്ങൾക്ക് വലിയ ആളുകളായി മാറാം, ലോകത്തിന് നന്മ ചെയ്യാം. ഈ രീതിയിലേക്ക്, പേർപ്പസിലേക്ക്, ഗോളിലേക്ക് അവരെ കൊണ്ടുപോകണം. ഈ കുട്ടി ഇൻഫാക്ച്വേഷനും പ്രണയവും അഡിക്ഷനും പോണോഗ്രാഫിയും അതുപോലെ പിയർ പ്രഷറും ഹാങ് ഔട്ടും പിന്നെ 67 നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കില്ലേ? 67 എന്ന് പറയുന്ന ഒരു സംഭവം, അതൊക്കെ ജെൻസീസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കാരണം ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ, അവരെന്തിന് പഠിക്കുന്നെന്നോ അവരുടെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്നോ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കോച്ചുമാര് എപ്പോഴും ആ രീതിയിലേക്കാണ് കൊടുക്കുന്നത്. എൻ്റെ സ്റ്റുഡൻസ് കോച്ചുമാരെല്ലാവരും ചെയ്യുന്ന സ്റ്റുഡൻസ് കോച്ചിങ് പഠിച്ച് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ, ഡീപ്പർ ലെവലിൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നമ്മളതാണ് അതിന്റെ പ്രവാചകരാണ് കുട്ടികളെ. അപ്പൊ ശരിക്കും ഞാൻ സ്റ്റുഡൻസ് കോച്ച് ചെയ്യുന്നോണ്ട് ഞാൻ ആ പെർസ്പെക്റ്റീവിൽ ഇതിങ്ങനെ കണ്ടു നോക്കിയപ്പോ എനിക്ക് തോന്നി ഇത് കൊടുക്കാൻ പാടില്ലല്ലോ, അങ്ങനെ കുട്ടികൾ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു അവരങ്ങനെ എടുക്കുള്ളൂ, നമ്മൾ കൊടുക്കരുത്. പക്ഷെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വേറെ എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അങ്ങനെ. ശരി. ശരിക്കും നമ്മുടെ മുമ്പുള്ളവര് ഗുരുകുല വിദ്യാഭ്യാസം എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഗുരുവിടെ കൂടെ പോയി താമസിച്ചിട്ടാണല്ലോ ശിഷ്യൻ വിദ്യ പഠിക്കുന്നത്. അന്ന് ക്യാരക്ടർ ഫോർമേഷനുള്ള ടിപ്സ് ആണ് ആദ്യം ഗുരു പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ വിദ്യ പറയൂ. അതെ. ഇന്ന് 21 days forgiveness meditation start ചെയ്യും. സൂപ്പർ, നൈസ്, വെരി ഗുഡ്, നല്ലൊരു കാര്യം. താങ്ക് യു. ഒരു 4:30 ആയപ്പോ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ. എക്സലന്റ്, വെരി ഗുഡ്. മാഡം, ഞാന് ഇന്ന് എല്ലാവർക്കും വേണ്ടി പൊങ്കാല ഇട്ടിട്ടുണ്ടേ. ട്രിവാൻഡ്രത്താണോ വീട്? തിരുവനന്തപുരത്താണോ? അതെ, ട്രിവാൻഡ്രത്താണ്. സന്തോഷം, സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും. ഫോർഗീവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്.
അപ്പൊ നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു. Thank you. അസ്സലാമു Bye, അലൈക്കും. Maslama. Bye, bye.